എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് സെറോദയിൽ അക്കൗണ്ട് ഇല്ലെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ പോയിട്ട് അക്കൗണ്ട് തുടങ്ങാവുന്നതാണ്. ബിഗിനേഴ്സായിട്ട് വന്നവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഒരു സ്റ്റോക്ക് രാവിലെ കണ്ടുപിടിക്കാം, ഏറ്റവും നല്ല സ്റ്റോക്ക് എങ്ങനെ നോക്കി കണ്ടുപിടിക്കാം, അതിൽ നിന്ന് എങ്ങനെ പ്രോഫിറ്റ് ഉണ്ടാക്കാം എന്നുള്ളൊരു ടെക്നിക്കാണ് പറയാൻ പോകുന്നത്. അപ്പം ഇത് 9:30 ആകുമ്പോൾ എല്ലാവരും ചെയ്യേണ്ടതാണ്. 9:15 മാർക്കറ്റ് ഓപ്പൺ ചെയ്തു, പിന്നെ ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് ഒരു 10 മണിക്കുള്ളിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് www.nscindia.com എന്ന വെബ്സൈറ്റിൽ പോവുക. അപ്പോൾ പോകുമ്പം ഇപ്പോൾ ഈ വെബ്സൈറ്റ് ഒരു മാറ്റം വന്നിട്ടുണ്ട്. ഇതിപ്പം പുതിയ വെബ്സൈറ്റാണ്, നമ്മുടെ പഴയ വെബ്സൈറ്റിൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം പഴയ വെബ്സൈറ്റ് കാണണമെങ്കിൽ ഏറ്റവും ടോപ്പിൽ ക്ലിക്ക് ചെയ്യുന്നുണ്ട് ഓൾഡ് വെബ്സൈറ്റ് സന്ദർശിക്കാനുള്ള. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പം നമുക്കൊരു പഴയ വെബ്സൈറ്റ് വരും. അപ്പോൾ വരുമ്പം നമുക്കവിടെ ലൈവ് മാർക്കറ്റ്സ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്, കണ്ട, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇത് ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്ക് വേണ്ടിയാണ്. ഡേ ട്രേഡിങ് ചെയ്യുമ്പം ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും ഇത് അറിയായിരിക്കും. അറിയാവുന്നവർ സ്കിപ്പ് ചെയ്ത് പോകാർക്ക് കാണാൻ വേണമെങ്കിൽ, പുതിയ ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഇത് ഹെൽപ്ഫുള്ളാകും. അപ്പോൾ നമുക്കിതിൽ ഇക്വിറ്റി സ്റ്റോക്കാണ് എന്ത് ചെയ്യണത്. അപ്പോൾ ഇക്വിറ്റി സ്റ്റോക്ക് സെലക്ട് ചെയ്യാം. ഇപ്പം ഞാൻ ചെയ്യുന്നത് ഉച്ച കഴിഞ്ഞാണ്. ഇത് രാവിലെ 9:30ക്കാണ് എല്ലാവരും ചെയ്യേണ്ടത്. 9:30-ക്കുള്ളിൽ 10 മണിക്കുള്ളിൽ ആ ടൈമിൽ ചെയ്താൽ മതി. നമുക്ക് ഇക്വിറ്റി സ്റ്റോക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇതേ ഇങ്ങനൊരു ടേബിൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ടേബിൾ കിട്ടും, കണ്ടല്ലേ. അതിലിപ്പം നിഫ്റ്റി 50 ആണ് കിട്ടുന്നത്. ഇപ്പോൾ ഉദാഹരണം നമ്മൾ കാണിക്കാനായിട്ട് ഏതെടുക്കണ്ടേ, നമുക്ക് പ്രൈവറ്റ് ബാങ്ക് തന്നെ എടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള എടുക്കാം, ഏതിലാണോ നിങ്ങൾക്ക് താല്പര്യം സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഇന്നെല്ലാം നഷ്ടത്തിലാണല്ലോ, വേണ്ട. ഇതൊരു ഉദാഹരണമായിട്ട് കാണാൻ പറ്റില്ല. നമുക്ക് വേറെ ഏതെങ്കിലും വേറെ സെലക്ട് ചെയ്യാം. നിഫ്റ്റി 50 തന്നെ ആയിക്കോട്ടെ. ഓക്കെ, ഇതിൽ ടാറ്റ മോട്ടോഴ്സ് ഉണ്ടോ? ടാറ്റ മോട്ടോഴ്സാണ് ഏറ്റവും ടോപ്പിൽ കിടക്കുന്നത്. അപ്പോൾ ആ ടോപ്പിൽ കിടക്കുന്ന അതിൻ്റെ പെർസെൻറ്റേജ് ചേഞ്ച് കണ്ടോ, 6.98 ആണ്. ഇപ്പോഴല്ല ചെയ്യേണ്ടത്, നമ്മൾ ഇത് ഓപ്പൺ ചെയ്യുമ്പം എന്താണോ അവസ്ഥ അതിനനുസരിച്ചാണ് നമ്മൾ ബിഹേവ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഉദാഹരണം കാണിക്കണം, ഇപ്പോൾ 9:30 ഓർക്കുക. അപ്പോൾ ഇതേ ടാറ്റ മോട്ടോഴ്സിന് 6.98% ചേഞ്ച് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇതൊന്ന് നോക്കി വെക്കുക. അതിൻ്റെ കൂടെ വേണ്ടേ 365 days പെർസെൻറ്റേജ് ചേഞ്ച്, അതെത്രയാണ്? അത് നെഗറ്റീവാണ് എടുക്കുന്നത്, നെഗറ്റീവ്. പിന്നെ 30 day പെർസെൻറ്റേജ് ചേഞ്ച്, അത് പോസിറ്റീവാണ്. അപ്പം നമുക്കിത് എടുക്കാൻ പറ്റില്ല. ഇതിലൊരെണ്ണം നെഗറ്റീവ് ഉണ്ട്, രണ്ടും നമുക്ക് പോസിറ്റീവ് വന്നാലേ എടുക്കാൻ പറ്റുള്ളൂ. നമുക്ക് അടുത്ത് നോക്കാം, ടൈറ്റാൻ്റെ നോക്കാം. ടൈറ്റാൻ്റെ ഇന്നത്തെ 4.98 ആണ് പെർസെൻറ്റേജ് ചേഞ്ച്. പിന്നെ ഒരു വർഷത്തെ എടുക്കുമ്പോൾ പെർസെൻറ്റേജ് ചേഞ്ച് എടുക്കുമ്പോൾ 3.19 പോസിറ്റീവാണ്. 30 days എടുക്കുമ്പം 15.06 ഉണ്ട്. അപ്പോൾ നമുക്ക് ഇത് തീർച്ചയായിട്ടും എടുക്കാൻ പറ്റും. ഇത് രണ്ട് പോസിറ്റീവ് ഒന്നുണ്ട്, ഇതും പോസിറ്റീവ് ഒന്നുണ്ട്. നമുക്ക് ഇവിടെ മൂന്നിടത്തും പോസിറ്റീവ് ആയതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് ടൈറ്റാൻ്റെ ഷെയർ ട്രേഡിങ്ങിനായിട്ട് ചൂസ് ചെയ്യാം. അപ്പം നമുക്ക് ഇതൊരു ടെക്നിക്കാണ്. ഇതുപോലെ തന്നെ നമുക്ക് ഷോർട്ട് സെല്ലും ചെയ്യാം. ഷോർട്ട് സെൽ എന്ന് പറഞ്ഞാൽ ആദ്യം സെൽ ചെയ്തിട്ട് പിന്നീട് ബൈ ചെയ്യുക, അതാണ് ഷോർട്ട് സെൽ. അപ്പോൾ ഷോർട്ട് സെൽ ചെയ്യുന്നത് എളുപ്പം, നേരെ അങ്ങ് താഴെ പോയാൽ മതി. UPL ആണ് ഇപ്പോൾ കിടക്കുന്നത്. UPL നോക്കാം, ഇത് നെഗറ്റീവാണ്, ഇത് നെഗറ്റീവാണ്, പക്ഷേ ഇത് പോസിറ്റീവാണ്. നമുക്ക് രണ്ടും നെഗറ്റീവ് വരണം. അതിലേതൊരു ഷെയറല്ലേ. ആക്സിസ് ബാങ്ക് നോക്കാം. ആക്സിസ് ബാങ്കിന് ഇന്ന് നെഗറ്റീവാണ്, കണ്ടോ, നെഗറ്റീവ് 0.99 ആണ്. അത് ഒരു വർഷത്തെ എടുക്കുമ്പോൾ നെഗറ്റീവ് 37.43 വരും. നെഗറ്റീവ് 3.35 30 days എടുക്കുകയാണെങ്കിൽ തന്നെ. അപ്പോൾ നമുക്കിത് ചൂസ് ചെയ്യാൻ ഷോർട്ട് സെല്ലിന്. ആക്സിസ് ബാങ്ക് ഇന്ന് ഷോർട്ട് സെല്ലിന് ചൂസ് ചെയ്യാം. നമുക്ക് ടൈറ്റാൻ്റെ ഇന്ന് അപ്സെല്ലിന് നോർമൽ നമുക്ക് ബൈ ചെയ്തിട്ട് സെല്ല് ചെയ്യുന്ന നോർമൽ പ്രോസസ്സിൽ എടുക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് മാക്സിമം പ്രോഫിറ്റ്. ഇത് 99% വർക്കിംഗ് ആണ്. ഞാൻ ചെയ്ത് നോക്കിയിട്ട് വർക്കിംഗ് ആയിരുന്നു. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊക്കെ ചെയ്യുക, ട്രൈ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, ഇത് നമ്മുടെ ഫസ്റ്റ് വീഡിയോ കേട്ടോ.
ഇതാണ് ഞാൻ ചെയ്യുന്ന ഫസ്റ്റ് വീഡിയോ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. എല്ലാവരും ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കൂട്ടുകാരിലേക്ക് ഈ അറിവുകൾ എത്തിക്കുക. നിങ്ങളുടെ സപ്പോർട്ട് വന്നാൽ എനിക്ക് അടുത്ത വീഡിയോ ചെയ്യാനുള്ള ഒരു പ്രചോദനം ഉണ്ടാവുള്ളൂ. അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി.